ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അരിപ്പൊടി വെച്ചിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുള്ള ഒരു പൂരിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾ പൊടിയൊന്നും വാട്ടിയെടുക്കാതെയാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു പ്രത്യേക ചേരുവ ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു പൂരിക്ക് നല്ല ക്രിസ്പിനെസ് ഉള്ളത്. ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുത്തത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രയാണ് പൊടി വേണ്ടത് വെച്ചാൽ എത്ര എടുക്കാം. ഞാനിപ്പോൾ അളവൊന്നും കറക്റ്റായിട്ടൊന്നുമല്ല എടുത്തിട്ടുള്ളത്. ഞങ്ങളിവിടെ 4 പേർക്ക് കഴിക്കാനുള്ള ആ ഒരു പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ ചേരുവ പഞ്ചസാരയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ നമ്മളിത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വറുക്കാത്ത അരിപ്പൊടി കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ട് ആദ്യം ഒരു കയ്യിൽ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. പിന്നെ പെട്ടെന്ന് ആ ചൂടോട് കൂടി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ചൂടൊന്ന് ആറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ നമുക്ക്. നല്ല സ്മൂത്തായിട്ടുള്ള മാവായിരിക്കും കേട്ടോ ഇത്. നല്ല കുഴച്ചെടുക്കണം നമ്മൾ. എന്നാലേ നമ്മളെ പൂരിക്ക് നല്ല പൊട്ടലൊന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. മാവ് നമ്മളൊരു 5 മിനിറ്റ് ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു പാകത്തിനായിട്ടുള്ള ബോളുകളാണ് ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെ വേണേലും പരത്തിയെടുക്കാം. ഞാനിപ്പോൾ പത്തിരി പ്രസ്സിലാണ് ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തിയെടുക്കുകയാണ്. ബോൾസുകളാക്കിയതിന് ശേഷം പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുത്തിട്ട് നമുക്കിനി പൂരി ചുട്ടെടുക്കാം. ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ടൊന്ന് തീയൊന്ന് കുറച്ച് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ അരിപ്പൊടിയാണ് പെട്ടെന്ന് മുകൾ ഭാഗവും ഒക്കെ ഒന്ന് കരിഞ്ഞു പോകും. 2 വശം തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയത് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഓരോന്നായിട്ട് നമ്മളിത് ചുട്ടെടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ അരിപ്പൊടി വാട്ടിയൊന്നും എടുക്കാണ്ട് പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ റെഡിയാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാം ഇവിടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. വീണ്ടും നമുക്കൊരു മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.